കറിയും ചോറും വേറെ വേറെ അല്ലേ? അവിടെ ഇവിടെയൊക്കെ ട്രിപ്പുണ്ട്. ഭക്ഷണം കഴിച്ചാ? ഗൈസ് തീർന്നു കേട്ടാ. കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി ആയില്ലേ? ഗൈസ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ കേക്ക് മുറിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് കുറച്ച് പാവങ്ങൾക്ക് കുറച്ച് ഫുഡ് മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആലുവ മൊത്തം കറങ്ങി. പെട്ടെന്നൊന്ന് ഐഡിയ ആയതുകൊണ്ട് മീൽസ് ഒന്നും കിട്ടണില്ല. ഇത്രയും 1-2 മീൽസ് ആണെങ്കിൽ കിട്ടും, കുറച്ച് കൂടുതൽ മീൽസ് ആകുമ്പോൾ അങ്ങനെ കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ അങ്കമാലിക്ക് അടുത്ത് ഒരു ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നേക്കാണ്. ഒരു നേരം തോന്നുന്നു പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക്, നമുക്ക് കാണുന്നവർക്ക് ചെറുതായിരിക്കും, പക്ഷെ അത് കിട്ടുന്നവർക്ക് ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഷോപ്പോടെ അടുത്തുണ്ട്, നമുക്ക് പോയി നോക്കാം. ഗൈസ് ബർത്ത്ഡേ ആയിട്ട് അടുത്ത ശകുനം കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് കൂളൻ്റ് ലീക്കാവുന്നു. അത് ലീക്കല്ലട, ഞാൻ ഇന്നലെ ഒഴിച്ചായിരുന്നു, അപ്പോൾ കുറച്ച് കൂടിപ്പോയി, അത് തള്ളിപ്പോണതാണ്. ഗൈസ് ഫുഡ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഫുഡ് കിട്ടി, അല്ലെങ്കിൽ കിട്ടൂലായിരുന്നു. 10 കൂട്ടിയിട്ട് അത്രയും കിട്ടൂലായിരുന്നു. അതിൽ കൂടുതൽ പറഞ്ഞു, പക്ഷെ അത്ര നമുക്ക് തരാൻ പറ്റില്ല. 15 പറഞ്ഞത്, 15 തരാൻ പറ്റില്ല. പാഴ്സല് കെട്ടാനാ ഗൈസ് ഫുഡ് കിട്ടി. ഇനി ഇത് ആർക്കൊക്കെ കൊടുക്കുമെന്നറിയില്ല. അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കറിയും ചോറും വേറെ വേറെ അല്ലേ? ഞങ്ങളപ്പോൾ ഫുഡ് മേടിച്ചു. ഇനി കഴിക്കാത്തവരെ തപ്പി, അല്ലെങ്കിൽ ഫുഡ് ആർക്കാ കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നാണ് ഒരിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ അല്ലേ, നമ്മുടെ സന്തോഷം അവരും കൂടെ അനുഭവിക്കട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. അതെ, അവിടെ നിന്ന് തന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു. കുഴപ്പമില്ലാത്ത ഫുഡല്ലേ? ഞങ്ങൾ ആലുവ മണപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ട്രിപ്പുണ്ട്. ചേട്ടാ ഭക്ഷണം കഴിച്ചാ? കഴിച്ചില്ലായിരുന്നു അപ്പം ഈ നേരമായിട്ട്. കുഴപ്പമില്ല, ശരി. അത് കേട്ടാ കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി ആയില്ലേ? ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ക്യാമറയിൽ ഇരിപ്പുണ്ട്. തീർന്നു കേട്ടോ. ഗൈസ് ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളൊരു 10-15 15 ഞങ്ങൾ അപ്പുറത്ത് ചോദിച്ചാൽ 15 കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് നെടുമ്പാശ്ശേരി വിളിച്ച് പറഞ്ഞു അവിടെ നിന്ന് ഒരു 10 കിട്ടിയുള്ളൂ. 10 ഇവിടെ വന്നപ്പോൾ തന്നെ ഓരോരുത്തരും ഇങ്ങനെ നോക്കണ്ടായിരുന്നു. 2 പേരെടുത്ത് ചോദിച്ചു ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുത്തു. ഒരു 3 പേർക്ക് കൊടുത്തപ്പോൾ തന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വന്ന് ഫുഡ് മൊത്തം മേടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ ഓർത്തത് എങ്ങനെ കൊടുക്കും, ഇത്രയും പേർക്ക് എങ്ങനെ കൊടുക്കുമെന്ന് ഓർത്തു. പക്ഷെ കുഴപ്പമില്ല, ഹാപ്പിയാണ്. നമുക്കൊരു ഫുഡിൻ്റെ പൈസ പോയുള്ളൂ എന്നുണ്ടെങ്കിലും അവർക്കത് ഭയങ്കര ഹാപ്പി. കൊടുത്തപ്പോൾ തന്നെ കൊണ്ടുപോയി ഭയങ്കര ഇതായിട്ട് കഴിക്കണൊക്കെ ഇട്ട്. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് പേര് വന്നു, പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അല്ലടാ, നമുക്ക് നമ്മുടെ എണ്ണം ഉണ്ടായില്ല. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എങ്ങനെയെങ്കിലും അവർക്ക് ഹാപ്പിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. കുഴപ്പമില്ല, ഹാപ്പിയാണ്. നീ ഹാപ്പിയല്ലടാ? ഞങ്ങളത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ആയില്ലല്ലേ, അപ്പോഴേക്കും അവർ കഴിച്ചു കഴിഞ്ഞു. കാരണം അത്രക്ക് വിശപ്പുണ്ടായിരിക്കും. ഞങ്ങൾ തന്നെ ആ ക്വാണ്ടിറ്റി കഴിക്കാനായിട്ട് കുറേ സമയം കൊടുത്തായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് എടുത്ത് നീങ്ങിയപ്പോഴേക്കും അവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. കാരണം ആളുകൾ കൊടുക്കാറ് ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. കാരണം നമ്മളെ വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഫുഡ് കൊടുക്കാനായിട്ടുള്ള രീതിയിൽ വന്നാണെന്നുള്ളത്. അങ്ങനെയൊക്കെ ഇനിയും ദൈവം സഹായിച്ചെന്തായാലും ഇനിയും നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ക്വാണ്ടിറ്റി
നേരത്തെ പറയാത്തതുകൊണ്ട് ആ ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയുള്ളൂ. അതെ, 1 ഇയറിൽ 1 മില്യൺ അടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മന്തി അടിച്ചെടുക്കാം. ഒരു 100 പേർക്ക് മന്തി 100 രൂപയ്ക്ക് കൊടുക്കും. ഇത് തന്നെ കൊടുത്തില്ലേ? ഇത് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. ഈ പൈസയ്ക്ക് നമ്മൾ തന്നെ എന്തെങ്കിലും മന്തിയൊക്കെ മേടിച്ച് കഴിക്കും. ഇതിപ്പോൾ എന്താ, നമ്മളും ചോറ് കഴിച്ചു, നമ്മൾ കഴിച്ച പോലെ തന്നെ ആ കടയിൽ നിന്ന് തന്നെ അവരും കഴിച്ചു. ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഞങ്ങളത് ഇങ്ങനെ കൊടുത്ത് തീർക്കുന്നുള്ള രീതിയിലായിരുന്നു. അതെ, ഞങ്ങൾ ഓർത്തു ഇങ്ങനെയൊക്കെ ആൾക്കാർ കഴിക്കുമോ, കൊടുത്താൽ കഴിക്കുമോ, എവിടെ കൊണ്ടുപോയി കൊടുക്കും എന്ന് ഓർത്തായിരുന്നു. ഞങ്ങളാ നിർത്തിയെടുത്ത് തന്നെ ഒരു 5 മിനിറ്റിൽ തന്നെ എല്ലാം തീർന്നു. ഗൈസ്, ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ചെയ്യണ ഒരു കാര്യമാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. എൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പറഞ്ഞെന്നറിയില്ല, എൻ്റെ ബർത്ത്ഡേ എന്നാണ്. അതിൻ്റെ ഇതിലാണ് ഒരു സന്തോഷം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഫുഡ് മേടിച്ച് കൊടുത്തത്. അപ്പോൾ കുറച്ച് നാളെ ഇങ്ങനെ കണ്ടൻറ്റ് മേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കണം. ഇതൊരു കണ്ടൻറ്റായിട്ട് കൂട്ടിയതല്ല, ഇപ്പോൾ എനിക്കിത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ചെയ്യാണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവർക്കൊരു ഇൻസ്പയർ ആവണമെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നോർത്തിട്ട് ചെയ്യണതാണ്. വെളിച്ചടിച്ചിട്ട് ഇങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റില്ല. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, അവൻ അവിടെ എന്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞ് നടന്ന് അപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. മറ്റുള്ളവർക്ക് സന്തോഷമാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള ഇനിയും ചെയ്യും ഞാൻ. മറ്റുള്ളവർക്ക് സന്തോഷമാവുന്ന രീതിയിൽ പലതും ചെയ്യും, ഇനി എന്തായാലും ചെയ്യും. അപ്പോൾ കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അവനോട് എന്തോ ഗോഷ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. എടാ, ഒറ്റമൈനയും ചുവന്ന കാറും കണ്ട എന്താ കുഞ്ഞിക്കണം. നേരത്തെ ഞങ്ങളുടെ ചുവന്ന കാറും കണ്ടു, ഇപ്പോൾ ഒരു ഒറ്റമൈനയും കണ്ടു. ഒറ്റമൈനയും അതെന്തോ പറയൂലടാ, പണ്ടെന്തോ പറയൂലായിരുന്നാ? ആ സ്കൂളിൽ പോകുമ്പോൾ അടി കിട്ടുന്ന, ടീച്ചറിൻ്റെ അടി കിട്ടുന്നല്ലേ? ഒറ്റമൈനെ കൊണ്ട് അടി കിട്ടുന്ന പറയില്ലേ? എന്ത് ഇവനിപ്പോ ഒരു ദാമുവാണ്. ഈ കയ്യിൽ നിന്ന് വരൂല. കേരളത്തിൽ നിന്ന പെണ്ണ് സെറ്റ് ആവില്ല എന്ന് റീലിൽ കണ്ട് നേപ്പാൾ പോയതാ. നിങ്ങൾ വിചാരിച്ചാൽ നേപ്പാളിൽ വന്നാൽ തീർച്ചയായും പെൺകുട്ടികൾ കിട്ടും. നേപ്പാൾ വെച്ച് വണ്ടി ഇടിച്ച്, ആ വണ്ടി ഇടിക്കണതിൻ്റെ ആ ആക്സിഡന്റ് വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാട്ടാ. ഇല്ലേ, ന്യൂസില്ലേ? ന്യൂസുണ്ട്. കൈ ഒടിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് ഒടിഞ്ഞ്. ഇപ്പൊ കൈ ഇങ്ങനെയാണ്. സുരാജേട്ടൻ്റെ തൊട്ട് നീ വരും. എല്ലാം മടങ്ങിയിരിക്കണം അവൻ്റെ കുറച്ചാളായിട്ട്. ഗൈസ്, നമുക്കപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അല്ലേ സ്ട്രേഞ്ചേഴ്സായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് മെയിനായിട്ട് ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ആവുന്ന രീതിയിൽ. അപ്പോൾ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മാത്രം, ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ, സബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ